നല്ല സോഫ്റ്റായിട്ട് ഗോതമ്പയിലയുടെ ഉണ്ടാക്കാം. അതിനായിട്ട് 2 ശർക്കരയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ആദ്യം ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം വേറൊരു പാനിലേക്ക് ഇതുപോലെ അരിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1 സ്പൂൺ നെയ്യും കുറച്ച് ഏലക്കാപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വേറൊരു ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇലയൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഓരോ തവി മാവായിട്ട് ഇതുപോലെ ഒഴിച്ചിട്ട് ആ കയ്യിൽ വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഫില്ലിങ് ഒരു സൈഡായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇല മടക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ മാവ് കോരി ഒഴിച്ച് ഉണ്ടാക്കുമ്പോൾ ഇലയിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. എല്ലാം തന്നെ റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവി കയറ്റി എടുക്കാം. ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഇലയുടെ എല്ലാം തന്നെ റെഡി ആയിട്ട് കിട്ടും. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കിത് എടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയുടെ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.